ഇത് മുറിച്ച് കഴുകി ഉപ്പും മഞ്ഞളും കൂടെ ആദ്യം തിരുമ്പി വയ്ക്കും. അതിന് ശേഷം എണ്ണയിൽ അത് വറുത്ത് കോരും. ഇത് എന്തിട്ട് മഷ്റൂം ഞാൻ കട്ട് ചെയ്തു. ഇത് ഇനി കഴുകി മഞ്ഞളും ഉപ്പും തിരുമ്പിയാണ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ആ മഷ്റൂം മഞ്ഞളും ഉപ്പും തിരുമ്പി ഞാൻ വെച്ചിരിക്കുകയാണ്. അധികം നേരം വെക്കണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പിഴിയണം. ഇതിൽ വെള്ളം നിറയെയുള്ള സാധനമാണ് മഷ്റൂം. ആ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആണ് വറുത്തെടുക്കേണ്ടത്. 8 to 9 മിനിറ്റ് ഉണ്ടായാൽ അത് വറുത്ത് കോരാൻ പറ്റും. ബാക്കിയെല്ലാം ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് തന്നെയാണ് മെത്തേഡ്. ഓണസദ്യക്കിടയിൽ ചിലർക്കൊരു ഇറച്ചിയുടെ പോലത്തെ ഒരു അച്ചാർ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ രുചികരമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരെണ്ണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണ്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ആദ്യം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടേണ്ടത്. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് പച്ചമുളക് ചേർക്കാം. അതിനുശേഷം കറിവേപ്പില കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഞാൻ ആവശ്യമുള്ള മുളകും, ഇത് 2 സ്പൂൺ മുളകും 1 സ്പൂൺ കാശ്മീരി മുളകും 1/4 ടീസ്പൂൺ മഞ്ഞളുമാണ്. ഇത് ഞാൻ നനച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് അതിൽ ചേർക്കേണ്ടത്. അച്ചാറിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഞാൻ ഉലുവയുടെയും കായത്തിൻ്റെയും പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തു. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ അതൊരു ഗ്ലാസ് ബോട്ടിലാക്കി വയ്ക്കാം. എണ്ണ തീരെ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് മീതെ ഒഴിക്കണം, കേട് വരാതിരിക്കാൻ. ഇത് 3 മാസമൊക്കെ പുറത്ത് തന്നെ ഇരിക്കും, യാതൊരു കേടും വരില്ല.